ഞാനും കേന്ദ്ര സർക്കാരും നിങ്ങളോടൊപ്പമുണ്ട്. മണിപ്പൂർ സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും പുരോഗതിയുടെയും പ്രതീകമായി മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സെപ്റ്റംബർ 13 മണിപ്പൂർ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണിത്. ഈ വാക്കുകൾ പ്രതീക്ഷാ നിർഭരമാണെങ്കിലും ഇങ്ങനെയൊരു വർത്തമാനം കലാപമണ്ണിൽ ഇറങ്ങി നിന്ന് പറയുവാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി വന്നത് 27 മാസങ്ങളാണ്. ഈ കാലയളവിൽ അദ്ദേഹം 47 തവണ വിദേശ രാജ്യങ്ങളും 310 തവണ സംസ്ഥാനങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. മണിപ്പൂരിന്റെ കലാപമണ്ണിൽ മോദി പ്രസ്തുത വാക്കുകൾ പറഞ്ഞു വെക്കുമ്പോഴേക്കും ഇതിനോടകം മണിപ്പൂരിൽ 270 പേർ കൊല്ലപ്പെടുകയും 60,000 പേർ ഭവനരഹിതരാവുകയും ചെയ്തിട്ടുണ്ട്. ചുരാചന്ദ്പൂരിലും ഇംഫാലിലും ജനങ്ങൾ പരസ്പരം വിഭജിക്കപ്പെട്ട് രണ്ട് തുരുത്തുകളായി ശത്രുതാ മനോഭാവത്തോടു കൂടി ജീവിക്കുന്ന മണിപ്പൂരിൽ രണ്ടു കൂട്ടരും തമ്മിൽ വിശ്വാസം ദൃഢമാക്കാനുള്ള പ്രധാനമന്ത്രിയുടെ വൈകിയ വേളയിലെ സന്ദേശം എങ്ങനെയാണ് ആ ജനത ഉൾക്കൊണ്ടിട്ടുണ്ടാവുക? കുക്കി മേഖലയിലേക്ക് മെയ്തികൾക്കോ മെയ്തി മേഖലയിലേക്ക് കുക്കികൾക്കോ ഇന്നും മണിപ്പൂരിൽ പ്രവേശനമില്ല. 400ഓളം ക്രൈസ്തവ ആരാധനാലയങ്ങളും ക്രൈസ്തവ സഭകളുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്കൂളുകളും മണിപ്പൂരിൽ കലാപനാളുകളിൽ കത്തിയമർന്നു. മണിപ്പൂരിൽ ആകെയുള്ള 2 ലോക്സഭാ സീറ്റുകളിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJPക്ക് തോൽവിയുടെ പ്രഹരമേറ്റു. BJP ഭരണത്തിൽ നരകസമാനമായ മണിപ്പൂരിൽ കലാപം കത്തിപ്പടരുന്ന പ്രാരംഭ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ പ്രധാനമന്ത്രി മണിപ്പൂർ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. കലാപം കത്തിപ്പടർന്ന് 2 മാസങ്ങൾക്ക് ശേഷമാണ് ആദ്യമായി പ്രധാനമന്ത്രി മണിപ്പൂർ വിഷയത്തിൽ മൗനം വെടിഞ്ഞത്. അതും ശക്തമായ സമ്മർദ്ദങ്ങളുടെ ഫലമായി. കലാപം തുടങ്ങി ഇത്ര കാലമായിട്ടും പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാത്തത് പ്രതിപക്ഷ വിമർശനത്തിന് കാരണമായിരുന്നു. സന്ദർശനത്തെ കുക്കി ഗോത്ര ജനവിഭാഗങ്ങൾ സ്വാഗതം ചെയ്യുമ്പോഴും മെയ്തികളുടെ സമീപനം വ്യത്യസ്തമാണ്. കുക്കി സായുധ ഗ്രൂപ്പുകളുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സമാധാനക്കാർ ഒപ്പിട്ടതാണ് കുക്കികളുടെ നീരസത്തിന്റെ കാരണം. കുക്കി സ്വാധീന മേഖലകളെ പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമാക്കണമെന്ന ആവശ്യം കേന്ദ്രം അംഗീകരിക്കാത്തതിനാൽ മോദിയുടെ സന്ദർശനത്തെ കുക്കി സംഘടനകൾ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നില്ല. കുക്കികൾക്ക് സ്വാധീനമുള്ള ചുരാചന്ദ്പൂരിൽ മോദിയുടെ ഫ്ലെക്സുകളും ബോർഡുകളും തല്ലിത്തകർത്തുകൊണ്ടാണ് കുക്കികളിൽ ചിലർ പ്രധാനമന്ത്രിയെ വരവേറ്റത്. മോദി ഗോ ബാക്ക് എന്ന മുദ്രാവാക്യവുമായി മെയ്തി വനിതകളും കലാപനാളുകളിൽ മണിപ്പൂരിനെ അവഗണിച്ച് ഇപ്പോൾ സന്ദർശനം നടത്തുന്ന മോദിയുടെ നടപടി പ്രഹസനമാണ് എന്ന ആരോപണമുയർത്തി കോൺഗ്രസും മണിപ്പൂരിൽ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തി. സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 3000 കോടിയുടെ പ്രത്യേക പാക്കേജ് മണിപ്പൂരിന്റെ മുറിവിനെ ഉണക്കാൻ പര്യാപ്തമല്ല. മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റെ രാജിയെ തുടർന്ന് രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന മണിപ്പൂരിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിലും ക്രമസമാധാന നില സാധാരണ നിലയിലേക്ക് മടങ്ങിയിട്ടുമില്ല. കലാപകാരികൾ സർക്കാർ ശേഖരത്തിൽ നിന്നും കൊള്ളയടിച്ച ആയുധങ്ങളിൽ ഭൂരിഭാഗവും തിരിച്ചെത്തിക്കാനും കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുമില്ല എന്നിരിക്കെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്തു മാറ്റമാണ് സംസ്ഥാനത്തെ ക്രമസമാധാന നിലയിൽ കൊണ്ടുവരുന്നതെന്ന ചോദ്യമാണ് സന്ദർശനാനന്തരം ബാക്കിയാകുന്നത്.